morning. One minute ട്ടോ എടുത്തത് ഒന്ന് വായിച്ചു നോക്കിയേ. നൂറ്റി 130 വരെയല്ലേ മിസ് എടുത്തത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാട്ടോ. 131 H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓക്കെ. ഇനി 132 HPI history of present illness. History of present illness. Small hr. How? Small hs at bedtime. At bedtime. Capital HTN. Hypertension. 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 Capital HTN. Hypertension. HX. History. HS. History. HZ. Hertz. Hertz. I and O. Intake and output. Intake and output. IC. IC ക്ക് കുറേ അബ്രിവേഷൻസ് ഉണ്ട്. നോർത്ത് വയ്ക്കാം. Intracardiac. Inspiratory capacity. Irritable colon. Okay. Irritable colon. ഇനി ICP. ICP. Intracranial pressure. Intracranial pressure. ICU നമുക്കറിയാവുന്ന കാര്യമാണ്. Intensive care unit. Intensive care unit. IDDM. IDDM. Insulin dependent diabetics mellitus. Insulin dependent diabetics mellitus. അത് ഇതാണ് ഈ ടൈപ്പ് 1 പ്രമേഹമാണ് കേട്ടോ. ടൈപ്പ് 1 പ്രമേഹം. ഓക്കെ. ഇനി നെക്സ്റ്റ് IM. IM ഇൻട്രാമാസ്കുലർ. ഓക്കെ. ഇൻട്രാമാസ്കുലർ. സെയിം കാര്യങ്ങളാണ് ഈ പേജിൽ പറയുന്നത്. ഇനി മിസ് 130 വരെയുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാനത് നിങ്ങൾ എന്താ പറയാതെ സ്ക്രീൻ ഷെയർ കാണുന്നില്ല എന്ന്? ഓക്കെ. 1 മിനിറ്റ് കേട്ടോ. ഷെയർ ആവുന്നില്ല. അപ്പൊ നോക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്. എന്താണ് മാർക്ക് ചെയ്ത് തന്നായിരുന്നോ? ഓക്കെ. 130 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? ബാക്കിയുള്ളത് മിസ് മാർക്ക് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് സ്ക്രീൻ ഷെയർ ഒന്ന് നോക്കട്ടെ കേട്ടോ. ആകുന്നില്ല. മിനിറ്റ് കേട്ടോ. ഇത്ര വരെ എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, സ്ക്രീൻ ഷെയർ കുറച്ച് കഴിയുമ്പോ ആവട്ടോ, ടെക്നിക്കൽ എറർ ഉണ്ട്, കുറച്ച് കഴിയുമ്പോ ശരിയാവും. ഓക്കെ, ക്യാമറ ഓൺ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് 130 തുടങ്ങിയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. മാർക്ക് ചെയ്യേണ്ടത് 135 HTN, 135 HTN ഹൈപ്പർ ടെൻഷൻ. 136 ക്യാപിറ്റൽ ലെറ്റർ H, സ്മോൾ ലെറ്റർ X HX ഹിസ്റ്ററി. 138 I and O, intake and output. 141 ICU, intensive care unit. 141 OT 42. Okay, 1 minute. IDDM, insulin dependent diabetes mellitus. Okay, type 1 പ്രമേഹം. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും. വായിച്ചു നോക്കാം കേട്ടോ, ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കാം. നൂറ്റി 143 ഇല്ല, 141 142 ഒന്നുകൂടി മിസ് പറയാം. 135 141 142. ഓക്കെ, ആ 138 ഉണ്ട് കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. ഓക്കെ, 144 കേട്ടോ. IO എന്ന് പറഞ്ഞാല് ഇൻട്രാ ഓസിയസ്. IO ഇൻട്രാ ഓസിയസ്. അതാണ് നീഡില് അല്ലെങ്കിൽ സിറിഞ്ച് വെച്ചിട്ട് അസ്ഥിമജ്ജയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മള് ഇൻട്രാ ഓസിയസ് എന്ന് പറയുന്നത് കേട്ടോ. നീഡില് അല്ലെങ്കിൽ സിറിഞ്ച് വെച്ചിട്ട് അസ്ഥിമജ്ജയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് ആണ് IPPP, ഇന്റർമീഡിയന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഇതൊരു റെസ്പിറേറ്ററി തെറാപ്പി ടെക്നിക് ആണ് കേട്ടോ. ഇന്റർമീഡിയന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്, അതിനെ പറയുന്നത് എന്താണ്? റെസ്പിറേറ്ററി തെറാപ്പി ടെക്നിക്സ് ആണ്. ഓക്കെ, IUD എന്ന് പറഞ്ഞാല് ഇൻട്രായൂട്രെയിൻ ഡിവൈസ്. ഗർഭനിരോധനത്തിന് യൂസ് ചെയ്യുന്ന T-ഷേപ്ഡ് ആയിട്ടുള്ള ഡിവൈസസ്, അതിനെയാണ് നമ്മള് ഇൻട്രായൂട്രെയിൻ ഡിവൈസസ് എന്ന് പറയുന്നത്. IV എന്താ? ഇൻട്രാവെനസ്, അറിയാവുന്നതാണ്. JVD എന്ന് പറഞ്ഞാല് ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. ഓക്കെ, ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞാല് കഴുത്തിന്റെ ഭാഗത്തെ വെയിൻ ബൾജ് ചെയ്ത് നിൽക്കുന്ന, അതിനെയാണ് നമ്മള് ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത്. കഴുത്തിന്റെ ഭാഗത്ത് വെയിൻ ബൾജ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, K+ എന്ന് പറഞ്ഞാല് പൊട്ടാസ്യം. KCI പൊട്ടാസ്യം ക്ലോറൈഡ്. KG കിലോഗ്രാം. KUB കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. അതുപോലെ KVO കീപ്പ് വെയിൻ ഓപ്പൺ. L ലിറ്റർ. നെക്സ്റ്റ് നോക്കാം, LAC എന്ന് പറഞ്ഞാല് ലാസിറേഷൻ. ലാസിറേഷൻ എന്ന് പറഞ്ഞാല് മുറിവ്. ഓക്കെ, ലാസിറേഷൻ മീൻസ് മുറിവ്. ലാപ്പറോസ്കോപ്പിക് അസിസ്റ്റഡ്. ഓക്കെ, അസിസ്റ്റഡ്. കൊളോക്ടമി എന്ന് പറഞ്ഞാല് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കീ ഹോർമോൺ ചെയ്യില്ലേ? ഓക്കെ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അതിനെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ ലാസിറേഷൻ എന്ന് പറഞ്ഞാല് മുറിവാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് LACയുടെ അബ്രിവേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? IBS എന്ന് പറഞ്ഞാല് പൗണ്ട്, മെഷർമെന്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താ? LE എന്ന് പറഞ്ഞാല് ലോവർ എക്സ്ട്രീമിറ്റി. ലെഫ്റ്റ് ഐ ലൂപ്പസ് എറിത്തിമോസിസ്, എറിത്തിമാറ്റോസിസ് കേട്ടോ. എറിത്തിമാറ്റോസിസ്, ലോവർ എക്സ്ട്രീമിറ്റി. ലെഫ്റ്റ് ഐ ലൂപ്പസ് എറിത്തിമാറ്റോസിസ്. നെക്സ്റ്റ് LLL. എന്താണ് LLL എന്ന് പറഞ്ഞാല്? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. ഓക്കെ, LUQ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ. അബ്ഡോമൻ അറിയാലോ, അടിവയർ. ഓക്കെ, L/M എന്ന് പറഞ്ഞാല് എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ്സ്. LMP ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. LOC എന്ന് പറഞ്ഞാല് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ലെവൽ ഓഫ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. LPM എന്ന് പറഞ്ഞാല് ലിറ്റേഴ്സ് പെർ മിനിറ്റ്. LPN എന്ന് പറഞ്ഞാല് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ്. LR എന്ന് പറഞ്ഞാല് എന്താണ്? ലാക്ടറേറ്റ് റിങ്കേഴ്സ് കേട്ടോ. റിങ്കേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ IV കാനുള്ള പ്ലേസ് ചെയ്യുമ്പോൾ തൂക്കിയിടുന്ന ഫ്ലൂയിഡ് ഉണ്ടാവില്ലേ? IV കാനുള്ള ട്രിപ്പ് ഇടുമ്പോ ഫ്ലൂയിഡിനെയാണ് പറയുന്നത് ലാക്ടറേറ്റഡ് റിങ്കേഴ്സ്. ഓക്കെ, അപ്പോ മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം, മാർക്ക് ചെയ്ത് തരാം. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങള് 147 IV ഇൻട്രാവെനസ്. 147
152 KUB. 152 KUB. Kidney, uterus and bladder. 153 KVO. Keep vein open. 161 LMB. LMP. Last menstrual period. അതുപോലെ 164 LPN. LPN, licensed practical nurses. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ, അണ്ടർലൈൻ ചെയ്യേണ്ടത്. 147, 152, 153, 161, 164 വായിച്ചു നോക്കാം കേട്ടോ. പഠിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് പേജ് നോക്കാം.
നെക്സ്റ്റ് ആണ് 160 ടിക്ക് ചെയ്തത് ഒന്നുകൂടി പറയാം. 144 തൊട്ട് 165 പേജ് വരെയുള്ള ആ നമ്പറില് ഒന്നുകൂടി പറയാം. 147, 152, 153, 161, 164. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. 166 മുതലാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. LSD എന്താണ്? ലിസർജിക് ആസിഡ് ഡൈത്തലാമൈഡ്. ഓക്കെ, ലിസർജിക് ആസിഡ് ഡൈത്തലാമൈഡ് എന്താണ്? ഈ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണത്. ഓക്കെ, മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് എന്ത്? ലിസർജിക് ആസിഡ് ഡൈത്തലാമൈഡ് എന്ന് പറയുന്നത്. ഇനി LUL എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലങ്. നെക്സ്റ്റ് LUQ. അതിന്റെ അവിടെ നമ്മുടെ സ്ക്രീനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ വായിക്കാൻ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. LUQ മൂന്നാമത്തെയാണ് പറയുന്നത്. ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ എന്നാണോ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ. നമ്മുടെ സ്ക്രീനിൽ തെറ്റാണ്, അതാണ് മിസ്. അല്ല, അതൊന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. LUQ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ എന്നാക്കാം. ലെഫ്റ്റ് അപ്പർ, ബാക്കിയുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദി അബ്ഡോമൻ. ഓക്കെ, ക്ലിയർ ആക്കിയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. LVN എന്ന് പറഞ്ഞാല് ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ഇനി സ്മോൾ ലെറ്റർ M എന്താ? സ്മോൾ ലെറ്റർ M മീറ്റർ. ഇനി ക്യാപിറ്റൽ ലെറ്റർ MAE എന്ന് പറഞ്ഞാല് മൂവ്സ് ഓർ എക്സ്ട്രീമിറ്റീസ്. മൂവ്സ് ഓർ എക്സ്ട്രീമിറ്റീസ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൈയും കാലും എന്താണ് ചലിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേട്ടോ. കൈയും കാലും ചലിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം. ക്വാഡ്രന്റിന്റെ സ്പെല്ലിംഗ് ആണോ? QUATARENT. QUATARENT of the abdomen. ABDOMEN. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? MAE എന്ന് പറഞ്ഞാല് മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ്. കൈയും കാലും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി MAEW. ഓക്കെ, MAEW മൂവ് ഓൾ എക്സ്ട്രീമിറ്റീസ് വെൽ. W അവിടെ കൊടുത്തിട്ടില്ല. മൂവ് ഓൾ എക്സ്ട്രീമിറ്റീസ് MAE വരെ അവിടെ കൊടുത്തിട്ടുള്ളൂ. വെൽ എന്നും കൂടി എഴുതി ചേർക്കാം കേട്ടോ. WELL വെൽ എന്നാലത് കറക്റ്റ് ആവുള്ളൂ. മൂവ് ഓൾ എക്സ്ട്രീമിറ്റീസ് വെൽ. ഓക്കെ, 172 അവിടെ വെൽ എന്ന് കൂടിയും ചേർത്ത് കൊടുക്കാം. WELL. നെക്സ്റ്റ് മാപ്പ്. MAP മാപ്പ് എന്താണത്? മീൻ ആർട്ടീരിയൽ പ്രഷർ. മീൻ ആർട്ടീരിയൽ പ്രഷർ.
സ്മോൾ ലെറ്റർ MCG. MCG എന്ന് പറഞ്ഞാല് മൈക്രോഗ്രാം. ഇനി MCL എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. ഓക്കെ, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. ഇനി എന്താ? MEQ മില്ലി ഇക്വലന്റ്. ഓക്കെ, മില്ലി ഇക്വലന്റ്. ഇനി എന്താ? MG മില്ലിഗ്രാം, അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ്? MI അല്ലെ? MI എന്താണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്താണത്? ഹാർട്ട് അറ്റാക്കിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അതിനെ പറയുന്നതാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഇനി എന്താ? MICU എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രണ്ട് രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും പറയുന്നുണ്ട്. ഇനി എന്താ? MIN എന്താണ്? മിനിറ്റ്സ് അല്ലെ? മിനിറ്റ്. ML മില്ലി ലിറ്റർ, MM മില്ലിമീറ്റർ, MMHG millimeter of mercury. Millimeter of mercury. ഇനി എന്താ? MRI അറിയാവുന്ന കാര്യങ്ങളാണ്. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് റേഡിയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഇനി MS എന്താ? മോർഫിൻ സൾഫേറ്റ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഓക്കെ, മോർഫിൻ സൾഫേറ്റും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. MSO എന്താ? മോർഫിൻ സൾഫേറ്റ്. ഇനി MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. MVA എന്ന് പറഞ്ഞാല് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഓക്കെ, MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഓക്കെ, ഇതില് ഈ പേജില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് 173 MAP മീൻ ആർട്ടീരിയൽ പ്രഷർ. ഇനി നെക്സ്റ്റ് 174 MCG മൈക്രോഗ്രാം. MCG 175 MCL mid clavicular line modified chest lead. 179 MICU mobile intensive care unit, medical intensive care unit. MICU. Next 184 MRI യുടെ full form എന്താ? Magnetic resonance image. Next 187 MVA motor vehicle accident. 188 MVC motor vehicle crash. ഒന്നുകൂടി വായിക്കാം. നമ്പർ 173 174 175 179 184 187 188. വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണോ കേട്ടോ, കമന്റ് ഇടാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. 175 mid clavicular line modified chest lead. നെക്സ്റ്റ് നോക്കാം കേട്ടോ. മുതലാണ് ഇനി നോക്കാൻ പോകുന്നത്. MVP എന്ന് പറഞ്ഞാൽ എന്താണ്? മിറ്റൽ വാൽവ് പ്രൊലാപ്സ് കേട്ടോ, പ്രൊലാപ്സ്, മിറ്റൽ വാൽവ് പ്രൊലാപ്സ്. ഓക്കെ, വാൽവുകള് ശരിയല്ലാത്ത രീതിയിൽ അടയുന്നത്, അതിനെയാണ് നമ്മള് മിറ്റൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ N എന്താണ്? നോർമൽ. Na സോഡിയം. N ക്യാപിറ്റൽ ലെറ്റർ Na and N/A എന്താണ്? നോട്ട് അപ്ലിക്കബിൾ, നോട്ട് അപ്ലിക്കബിൾ. NaCl സോഡിയം ക്ലോറൈഡ്. NaD no apparent distress, no appreciable disease ട്ടോ. ഓക്കെ, no apparent distress, no appreciable disease. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് NaCHO3. എന്താണ്? NaHCO3. ഓക്കെ, NaHCO3 എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. ഇനി NC എന്താണ്? നാസൽ കാനുല, നാസൽ കാനുല. NG എന്താണ്? NG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസോഗ്യാസ്ട്രിക്, നാസോഗ്യാസ്ട്രിക്. NICU അതറിയാൻ പറ്റും. NICU എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇനി എന്താ? NIDDM, NIDDM നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക്സ് മെലിറ്റസ്. ഓക്കെ, നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക്സ് മെലിറ്റസ്. NKA എന്ന് പറഞ്ഞാല് no non allergies, no non allergies. NKDA no non drug allergies, no non drug allergies. NPA nasopharyngeal airway, nasopharyngeal airway. ഇനി എന്താ? NPO Nilper oils. ഇനി NS എന്താണ്? നോർമൽ എന്താ? നോർമൽ സാലിൻ, നോർമൽ സലൈൻ ട്ടോ, സലൈൻ എന്നാണ് വായിക്കുന്നത് ട്ടോ, നോർമൽ സലൈൻ. ഇനി എന്താ? NSR എന്ന് പറഞ്ഞാല് നോർമൽ സീനസ് ഋതം, നോർമൽ സീനസ് ഋതം. നെക്സ്റ്റ് NTG എന്ന് പറഞ്ഞാല് നൈട്രോഗ്ലിസറിൻ, നൈട്രോഗ്ലിസറിൻ. N/V എന്ന് പറഞ്ഞാല് നോസിയ ആൻഡ് വോമിറ്റിംഗ്, അറിയാവുന്നതാണ്, ഫെമിലിയർ ആയിരിക്കും അല്ലെ. N/V എന്ന് പറഞ്ഞാല് നോസിയ ആൻഡ് വോമിറ്റിംഗ്. N/V/D, N/V/D എന്താണ്? നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. ഇനി എന്താ? NVD നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? NAD ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. NAD ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയത് കേട്ടോ, കുറെ അബ്രിവേഷൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, NPT ആണ് ഇനി പറയാൻ പോകുന്നത്. നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ,
ഓക്കെ, നെക്ക് പെയിൻ, ഡിസ്റ്റൻഷൻ. ഇനി O2 എന്താ? ഓക്സിജൻ. O2 ഓക്സിജൻ. OB എന്താ? ഒബ്സ്ട്രക്റ്റിക്സ്. ഓക്കെ, OB ഒബ്സ്ട്രക്റ്റിക്സ്. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് അണ്ടർലൈൻ ചെയ്ത് തരാം, മാർക്ക് ചെയ്യാം കേട്ടോ. 192 NA N/N not applicable. 193 NaCl sodium chloride. NaCl 192 193. നെക്സ്റ്റ് 196 NC nasal cannula. NC nasal cannula. 198 NICU neonatal intensive care unit. NICU 198. 207 എന്താ? N/V. N/V എന്താണ്? N/V എന്ന് പറഞ്ഞാല് നോസിയ ആൻഡ് വോമിറ്റിംഗ്. ഇനി 210 O2 എന്താ? ഓക്സിജൻ. 210 ഓക്സിജൻ. ഒന്നുകൂടെ വായിക്കാം. 192 193 196 198 207 210. വായിച്ചു നോക്കാം കേട്ടോ. നമ്പർ ഒന്നുകൂടിയും പറഞ്ഞു തരാം. 192 193 196 198 207 210. കിട്ടിയോ? ഓക്കെ ആയോ? ഓക്കെ.
നെക്സ്റ്റ് കഴിഞ്ഞോ? നെക്സ്റ്റ് പേജ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. 212 മുതലാണ് നോക്കാൻ പോകുന്നത്. OBS, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം, OBS, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. ഇനി OD എന്താ? ഓവർഡോസ്, റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയാമീറ്റർ, doctor of optometry. ഇത്രയും കാര്യങ്ങളാണ് OD അതിന്റെ അബ്രിവേഷനിൽ പറയുന്നത്. OD കുറച്ച് ഫുൾ ഫോംസ് ഉണ്ട്. എന്താണ്? ഓവർഡോസ്, റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയാമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി കേട്ടോ. ഇനി അടുത്തത് OP എന്താ? ഔട്ട് പേഷ്യന്റ് അറിയാവുന്നതാണ്. OPA എന്താണ്? ഓറോഫാറിംഗൽ എയർവേ, ഓറോഫാറിംഗൽ എയർവേ, OPA. OR ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ റൂം. OS ലെഫ്റ്റ് ഐ, ലെഫ്റ്റ് ഐ. OU എന്താ? ബോത്ത് ഐസ്, ബോത്ത് ഐസ്. OZ ounce, OZ ounce. P-after, P-after. Okay. PC എന്താ? ആഫ്റ്റർ മീൽസ്, ഭക്ഷണത്തിന് ശേഷം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അല്ലെ. PC ഭക്ഷണത്തിന് ശേഷം കഴിക്കുക അല്ലെ, മരുന്നുകൾ പറയാറുണ്ട്. PC ആഫ്റ്റർ മീൽസ്. ഇനി എന്താ? PCO2 എന്താണ്? പാർട്ടിയൽ pressure of carbon dioxide. Okay. Partial pressure of carbon dioxide. ഇനി എന്താണ്? PDR, physician's desk reference. Okay. PDR, physician's desk reference. PE എന്താ? pulmonary embolism, physical examination. രണ്ട് രീതിയാണ് കൊടുത്തിരിക്കുന്നത്. pulmonary embolism and എന്താണ് വേറെ? physical examinations. PEA, pulseless electrical activity, pulseless electrical activity. In the PEARL, 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 pupils equal and reactive to light. Pupils equal and reactive to light. എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃഷ്ണമണി ഒരേ വലുപ്പത്തിൽ ഇരിക്കുകയും ലൈറ്റിനോട് ഒരേ രീതിയിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ. കൃഷ്ണമണി ഒരേ വലുപ്പത്തിൽ ഇരിക്കുകയും അത് എന്താണ്? ലൈറ്റിനോട് ഒരേ രീതിയിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ PEARL, പേൾ എന്ന് പറയുന്നത്. ഇനി എന്താ? PED, ബ്രാക്കറ്റിൽ S എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, പീഡിയാട്രിക്സ്. PEEP എന്താണത്? പോസിറ്റീവ് ആൻഡ് expiratory pressure. Next എന്താണ്? PERL, pupils equal and reactive to light. PERRL, pupils equal, round and reactive to light. pH, hydrogen ion concentration. PPID, pelvic inflammatory diseases. PND എന്താണ്? പാരോസ്കിമൽ നോക്ടേണൽ, പാരോസ്കിമൽ നോക്ടേണൽ ഡിസ്പാനിയ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നൈറ്റിലൊക്കെ ചില ആളുകൾക്ക് ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാവും ഇല്ലേ, നൈറ്റ് രാത്രിയിലൊക്കെ. അപ്പൊ അതിനെ പറയുന്നതാണ് എന്ത്? PND. ഓക്കെ, പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പാനിയ. ഇനി അതിന് മിസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. 212 OBS, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം. OBS 212. 214 OP, ഔട്ട് പേഷ്യന്റ്, നമുക്ക് അറിയാവുന്നതാണ്. 216 OR, ഓപ്പറേഷൻ റൂം.
216, 224 PE പൾമണറി എംബോളിസം ഫിസിക്കൽ എക്സാമിനേഷൻ PE 224, 227 PEDS പീഡിയാട്രിക്സ് 227. ഒന്നുകൂടി വായിക്കാം, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി വായിച്ചു തരാം. 212, 214, 216, 224, 227. കിട്ടിയോ? 5 എണ്ണം ഉണ്ടോ ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്? 212, 214, 216, 224, 227. അയച്ചു നോക്കിയേ. ഓക്കെ, പറയാം. 200 ഒന്നുകൂടി വായിക്കാം കേട്ടോ മിസ്. 212, 214, 216, 224, 227. ഓക്കെ, ക്ലിയർ ആയോ നമ്പേഴ്സ്? ഓക്കെ ആയോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം കേട്ടോ. ഇത്ര വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.